കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. സണ്ണി ജോസഫ് അദ്ദേഹം KPCC പ്രസിഡന്റാണ്. കേരള ഹൗസിൽ എത്തിയപ്പോൾ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹം ഹെക്കിൾ ചെയ്യപ്പെട്ടു എന്ന നിലയിൽ ഉള്ള വികാരം കോൺഗ്രസിലെ പല ആളുകളും പങ്കുവച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയല്ല എന്ന് പറയുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം വളരെ ക്ലിയറായി ഒന്നും പറയുന്നുമില്ല. നമുക്ക് ആദ്യം എന്ത് പറഞ്ഞു ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്ന് നോക്കാം. ഇവിടെ ഇന്നലെ ഇവിടെ പ്രസിഡന്റ് വന്നപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം പോലെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. സ്വീകരണമാണോ കിട്ടിയത്? വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി ഉള്ളത്. വിഷ്ണു, സ്വീകരണമാണ് എനിക്ക് കിട്ടിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ശരിക്കും എന്താണ് നടന്നതെന്നുള്ള ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ കേരള ഹൗസിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു? അഭിലാഷ്, കേരള ഹൗസിൽ എന്തായാലും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ, അതായത് VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവരാണ് കേരള ഹൗസിൽ ഉണ്ടായിരുന്നത്. അതിൽ അല്പസമയം മുൻപാണ് സണ്ണി ജോസഫ് കേരള ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയത്. ആ പോകുന്ന സമയത്തായിരുന്നു മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞത്. വളരെ ഹ്രസ്വമായ ഒരു പ്രതികരണം മാത്രമേ സണ്ണി ജോസഫിന്റെ ഭാഗത്ത് നിന്നുണ്ടായുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ കേരള ഹൗസിൽ സംഭവിച്ചത് തനിക്ക് ലഭിച്ചത് സ്വീകരണമാണ്, പ്രതിഷേധമല്ല എന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞു വെക്കുന്നത്. നേരത്തെ സണ്ണി ജോസഫിന് അതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇത്തരത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചു എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ദേശീയ നേതൃത്വം ഈ വിഷയത്തെ ഗൗരവതരമായി കാണുന്നു എന്ന് വിലയിരുത്തിയത്. എന്തായാലും ഇപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞത് താൻ അതൊരു പ്രതിഷേധമായിട്ടല്ല, പകരം സ്വീകരണമാണ് എന്നൊരു തിരുത്തലാണ് സണ്ണി ജോസഫ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ സണ്ണി ജോസഫിന്റെ നിലപാട് എങ്ങനെയായിരിക്കും ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് എന്നത് ഒരു ഘടകം. മറ്റൊന്ന്, ഈ കൂടിക്കാഴ്ചയ്ക്ക് ഇതുവരെയും സമയം ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് സണ്ണി ജോസഫ്. ഇതുവരെയും കേരള ഹൗസിൽ എത്തിയ നേതാക്കൾ ഇപ്പോഴും കേരള ഹൗസിൽ തന്നെ തുടരുകയാണ്. ദേശീയ നേതൃത്വവുമായോ അല്ലെങ്കിൽ ഈ പറയുന്ന നിരീക്ഷകരുമായോ ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് നേതാക്കൾക്ക് സമയം ലഭിച്ചിട്ടില്ല. അവരെ ഇങ്ങോട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയെന്നത് മാത്രമാണ് നേതാക്കളും പറയുന്നത്. ഇത് കൂടാതെ അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രതികരണം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലക്സ് യുദ്ധങ്ങളുടെയും അതോടൊപ്പം തന്നെ തെരുവ് യുദ്ധങ്ങളുടെയും എല്ലാം ഇപ്പോഴത്തെ സംഭവവികാസങ്ങളെ കുറിച്ചാണ്. ആ കാര്യങ്ങളെല്ലാം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് KPCC പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. എന്തായാലും KPCC നേരത്തെ നൽകിയിട്ടുള്ള ഒരു സർക്കുലർ പ്രകാരം ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളും തെരുവുകൾ കയ്യേറിക്കൊണ്ട് സ്വന്തം നേതാക്കൾക്ക് വേണ്ടിയുള്ള പ്രകടനങ്ങളും ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി പക്ഷം തിരിഞ്ഞ് ഓരോ നേതാക്കൾക്കും വേണ്ടി രംഗത്തെത്തിയിട്ടുള്ളത്. ഇതിൽ എന്തായിരിക്കും ഇപ്പോൾ KPCC ഇനി എടുക്കാൻ പോകുന്ന നടപടി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ഈ വിഷയം KPCCയുടെ ശ്രദ്ധയിൽ, പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരുപാട് നാടകങ്ങൾ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നു. മുഖ്യമന്ത്രി തീരുമാനമാകുന്നത് വരെ, ആ തീരുമാനമായാൽ ഇനി എന്തൊക്കെ പുകിലുണ്ടാകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.